ഞാൻ ഉറങ്ങാൻ വേണ്ടി നോക്കും. തന്നെ ഉള്ളോ? സക്കീർ പോയി എവിടെയാണ്? രാവിലെ വർക്കല പോയിരുന്നു. മാസത്തിൽ പോയാ വയ്യ. എനിക്ക് വയ്യ. ആരോമൽ ഒഴിച്ച് ലൈഫ് ക്ലാസ്സിലെ ഫാമിലിക്ക് റിസ്ക്കല്ല. ആരും ഇല്ലാത്ത മേഖലയിൽ നമ്മൾ പോവുകയാണ്. 6-7 മണിയല്ലേ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞതാണ്. നോക്കടാ ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞു. Number 1 power SMS over. പറഞ്ഞ ഈ 2 ഒരു ദിവസം ഡ്യൂട്ടിയാൽ ഇല്ലെങ്കിൽ വന്ന് ഇതിലൊക്കെ കയറാനുള്ള സംഭവം. അതെ റേറ്റ് വേണം. പറയുമ്പോഴത്തേക്ക് പറ്റുന്ന 2 രൂപ മതി. 80 കിലോമീറ്റർ 2 പേര് ഞാൻ മാത്രം പിന്നെ കൂട്ടി പറഞ്ഞാൽ ഞാൻ ഇവിടെ വീട്ടിൽ മോള് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം. അതിനെല്ലാം ആൾക്കാർ ഓരോരുത്തർ കിടന്നിട്ടുണ്ട്. അൽമാരിയുടെ മുകളിൽ ചാവി ഇരിപ്പുണ്ട്. അതെടുത്ത് അൽമാരി തുറക്കുക. തുറന്നതിന് ശേഷം നിസ്കാര തൊപ്പിയുടെ അകത്ത് അതിൻ്റെ അകത്ത് വേറെ 2-3 തൊപ്പി അതിൻ്റെ അകത്ത് ചെറിയ കബോർഡിന്റെ ചാവി ഇരിപ്പുണ്ട്. ആ ചാവി എടുത്ത് തുറക്കുക. തുറന്ന ശേഷം പണ്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോകുന്ന ചെറിയ ബാഗുണ്ട്. അതിൽ വലിയ ബാഗിൻ്റെ അകത്ത് ഒരു ഡ്രാ തുറക്കുമ്പോൾ സിബ് കെട്ടുമ്പോഴത്തേക്ക് 2 പാസ്പോർട്ട് ഇരിപ്പുണ്ട്. 2 പാസ്പോർട്ട് വരെ ഉണ്ട്. അത് മനസ്സിലായോ? ഗൈസ്, അങ്ങനെ നമ്മളത് 5 മുട്ട പപ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഓർമ്മ വന്നു. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ ആളുടെ മെമ്മറി ഇവിടെ തന്നെയുണ്ട്. ഇന്ത്യൻ ട്രാഫിക് ഒരെണ്ണം മതി. ഇരിക്കാണ്ടോ? ഞാൻ പറഞ്ഞത് ഇവിടെ കയറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അകത്തുണ്ട്, വെളിയിൽ പോകാം. 2 ചായ. അങ്ങനെ നമ്മൾ പപ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്
ഫർസാനയുടെ ആഗ്രഹം നടന്നല്ലേ അവസാനം. പക്ഷേ പട്ടിയുടെ അടുത്താലും സെലക്റ്റീവ് ആണല്ലേ വർക്കല. ഇവിടെ കറക്റ്റ് അടിക്കാൻ പോയിട്ടുണ്ട്. ഫർസാനും ഗ്രീൻ ബെൽറ്റ് ആണ്. അങ്ങനെ ഒരു കരാട്ടെ മേറ്റും കൂടെ. ഈ കരാട്ടെ തന്നെ പഠിക്കാൻ പോയത്. അങ്ങനെ എൻ്റെ രംഗൻ ഫേമസ് ആണ്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ട് വരട്ടെ. അകത്ത് കുടിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ട്. പറ്റത്തിലാണോ അവിടെ ഇരിക്കാൻ? ഞാൻ അകത്ത് പോടാ ചോദിച്ചത്. 12,000. ഈ പപ്സ് ഫുള്ള് ഇവിടെ 12,000. സമയം പറയാതെ ഫർസാനയുടെ ചായ ആ മാമന് ചായ അടിക്കാൻ വേണ്ടി കൊടുക്കും. പാവം ആ മാമൻ പിന്നെ തണുപ്പിച്ച് കൊടുക്കുകയാണ് ഫർസാനയ്ക്ക്. ടിപ്പ് കൊടുക്കും. അതിലൊരുത്തരുണ്ട് ഒരു മീമുണ്ടല്ലോ എങ്ങനെ ഇരുന്ന് വിയർക്കുന്ന. നട്ടുച്ചയ്ക്ക് ചായ കുടിച്ച് ഒരാളുടെ അവസ്ഥ. അവന്മാരെ എപ്പോഴും പോയി കാണാത്ത ക്ലിപ്പ് ഇറങ്ങി വരുമല്ലോ ഓരോന്ന്. അവന്മാര് രണ്ടുപേരെയും ബ്ലാക്ക് മാനിലെ വില്ലൻ ഉണ്ടല്ലോ, മറ്റേ 4-5-6 കാല് വരുന്ന ഡോക്ടർ എന്തോ. ഫർസാന ജോയിൻ ചെയ്യും. ഫ്രെയിമിൽ കയറ്. എന്താ കുടിച്ചോ? ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും ഫർസാനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ യൂസഫ്, കഴിഞ്ഞ വ്ളോഗിലൊക്കെ പ്രശസ്തനായ നമ്മുടെ യൂസഫ്, നമ്മുടെ പഴയ വീഡിയോ പ്രസക്തനല്ലല്ലോ. പഴയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ഫർസാന പിന്നെയും മുട്ടപ്പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫർസാന ഇങ്ങോട്ട് നോക്കിയാൽ ബുൾസിയുടെ നേരത്തെ എക്സ്പ്രഷൻ പോയി. കണ്ണുണ്ട് കൊള്ളാം. എങ്ങനെയുണ്ട് പപ്സ്? തിന്നുന്നൊരു ഇത് കാണിക്കാമോ? ആസ്വദിച്ച് തിന്നുന്നത് റിയൽ ആയിട്ട് കാണിക്കണം. റിയൽ ആയിട്ട് എങ്ങനെയാണ് പപ്സ് തിന്നുന്നത്? അങ്ങനെ അങ്ങനെയല്ല, ഇത് അഭിനയം. റിയൽ ആയിട്ട് പപ്സിനെ പറ്റി ഒരു വാക്ക്. എന്താടാ ഇതിനാണ് കാര്യത്തിലില്ല. സലീം കുമാറിൻ്റെ സീനാണ്. സലീം കുമാർ ഇങ്ങനെ വ്ളോഗ് കണ്ടിട്ട് യൂസ് ശരിക്കും കൊള്ളാം. ഗൈസ്, ഇതാണ് വേണ്ടത്. നമ്മളെ വ്ളോഗ് കണ്ടിട്ട് സന്തോഷത്തോടെ ഒരാളെയും കാണുന്നത്. അതെ, നിങ്ങളും ഈ വ്ളോഗ് കണ്ട് സന്തോഷിക്കും. മറ്റുള്ളവരുടെ മുഖത്തൊരു സന്തോഷം പടർത്താനായിട്ട് സാധിച്ചു. താങ്ക് യു ഗൈസ്. എന്താണ് നിന്റെ സംശയം? യൂസ് എന്ത് കണ്ടിട്ടായിരിക്കും ചിരിച്ചത്? പൊട്ടി ചിരിച്ച് എന്ത് കണ്ടായിരിക്കും? നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുമോ?
അവസാനം മെലിഞ്ഞിരിക്കുന്നുണ്ട്. ഫർസാൻ അടുത്ത ഭക്ഷണം എടുത്ത് പപ്സ് കഴിഞ്ഞപ്പോൾ. ചോറ് കഴിക്കും ബാബയുടെ കുറച്ച് വേണം. ഇന്ന് ഫുഡ് വ്ളോഗ്സ് ആണ് ഫർസാൻ. എല്ലാം വരും. നമ്മൾ റോ ആൻഡ് റിയൽ ക്യാപ്ചർ ഇഷ്ടമല്ലടി. ക്യാപ്ചറായി. ഒരു വള്ളിയൊക്കെ തൂക്കിയിട്ട് പോണേ. ഫർസാനയ്ക്ക് ഫുള്ള് ബാലിൻ്റെ ഉറവുണ്ടായിരുന്നു. ഇതാണ് ഫർസാന ഈ കോളനി വിയറ്റ്നാമിലോട്ട് കൊണ്ടുവരാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചാക്ക്. നേരത്തെ എന്ത് വീഡിയോ കണ്ടിട്ടാണ് ചിരിച്ചത്? അതെ, ഫർസാനയുടെ ചെരുപ്പുണ്ടല്ലോ ഇവിടുത്തെ ക്ലിപ്പില്ലാത്ത. ബ്ലോഗിലെ ബ്ലോഗ്. സിംഗപ്പൂരിയൻ ഫാനാണ്. പറഞ്ഞാണ് വേണ്ട. കരയുമ്പോൾ മീനു പോയി ആശ്വസിക്കും. മീനെ ആശ്വസിക്കുമ്പോൾ അപ്പം തന്നെ ശരി. പക്ഷെ അതൊരു സത്യമാണ്. മോഹൻലാലും വിജയ് ഒരു ഫ്രെയിമിൽ നിനക്ക് മോഹൻലാലിന്റെ ഒടിയല്ല. ഞാനാണ് നിങ്ങളുടെ കണ്ടന്റ് ആക്ച്വലി. സത്യം പറയാനില്ല, അത് തന്നെ. സത്യം പറയാൻ ഞാൻ ഒരു കോഷ്ടികൾ കാണിക്കുന്നതാണ്. ലൈക്ക് സബ്സ്ക്രൈബ്സ് കമന്റ്സ് കൂടുന്നത്. നമുക്ക് നിറയെ കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇരുന്ന് തന്നെ ചിലപ്പോൾ ഫുൾ ടൈം ഒരാളെ ഒരു ക്യാമറ ഒരു ഫോൺ അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കണം. ഫുൾ ടൈം കണ്ടന്റ് ഉണ്ട്. നീ ഒരു ലിപ്സ്റ്റിക് ഇടുന്നു. ലിപ്സ്റ്റിക് ഇടുന്നു. ലിപ്സ്റ്റിക് ഇടുന്നു. പ്രൊമോഷൻ ആവും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരോഗ്യ ചേട്ടന്റെ ഈ മൃദുലമായ ചുണ്ടുകളുടെ രഹസ്യമായിട്ട് മോയ്സ്ചറൈസിംഗ് ലിപ് ബാം SPF 151. റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട്. എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. ഗൈസ് ഇങ്ങനത്തെ കളറാണ് ഗൈസ്. ഒരുമാതിരി വൃത്തികെട്ട കളർ. നല്ല ഒരു ഗ്ലൂയി ഡൂയി ചുണ്ട് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് കാണിക്കില്ല, അവിടെ കാണിച്ചാൽ മതി. എങ്ങനെ തേച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയാണോ? ചിരിച്ചാണ്ടാ പല്ലൊക്കെ മുങ്ങി. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ വെള്ള കളറാക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അവൾക്ക് ഇഷ്ടമൊന്നുമല്ല ക്രിക്കറ്റ്. അല്ലടി ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യും. ക്രിക്കറ്റ് കളിക്കാൻ പറയായിരുന്നു എന്ത്? അവൾക്ക് ഇഷ്ടമല്ലടാ. അല്ലടി ഇതിന് സ്റ്റൈലിഷ് ആണല്ലേ വാച്ച്. സ്റ്റൈലിഷ് ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്താലോ? ഈ വാച്ചിന്റെ റിവ്യൂ ഇതിന് പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും ഇല്ല. ഇത് 30 രൂപയ്ക്ക് റോളാമാണെന്ന് മേടിച്ചാണ്. പിന്നെ കിട്ടും 30 രൂപയ്ക്ക്. കാസിയോ ബ്രാൻഡഡ് വാച്ച്. മിണ്ടാതിരുന്ന കൂടുതൽ സംസാരിക്കരുത് കേട്ടോ. 30 രൂപയ്ക്ക് പറഞ്ഞ് 25 രൂപയ്ക്ക് മേടിച്ച് റോളാമാണെന്ന്. റോള നിങ്ങളാണ് റോളയിൽ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് റോളയിൽ. ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. നിങ്ങളിപ്പോ ഷാർജയിലല്ല. അപ്പൊ ധൈര്യം മറ്റേ ഫിഷ് റൗണ്ട് ബോട്ടിനവിടെ ബുർജുമാൻ്റെ അവിടെ മാർക്കറ്റ് ഉണ്ട്, നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് മേടിച്ച് 25 രൂപയ്ക്ക്. കണ്ടില്ലേ? എന്തിനാണ് നിന്റെ തലയിൽ എന്തിന്? തണുപ്പിന് വേണ്ടി. ഭയങ്കര ചൂടാവും തല. പപ്പടം എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എങ്ങനെ ആരോഗ്യം കുടിക്കത്തില്ലെന്നാണ് നമ്മളിത് ജെംസ് പകരും. ആരോമൽ ഇപ്പോഴും മറ്റേ അൺടച്ചബിലിറ്റിയൊക്കെ ഉണ്ട്. ഫുൾ ഇക്കോ ആണല്ലോ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്.